രണ്ടാമത്തെ കുട്ടി. കഥയുടെ പേര് നാമത്തിൻ്റെ കൂട്ടുകാരൻ അഥവാ വിശേഷണത്തിൻ്റെ ജനനം. ഇനി കഥ ഒന്നുകൂടി ഉഷാറാക്കി കുറച്ചു മസാലയൊക്കെ ചേർത്ത് വീണ്ടും വായിച്ചാലോ? അങ്ങനെ നമ്മുടെ നാമം എന്ന മിടുക്കൻ കുട്ടി വളർന്നു വലുതായി. അവൻ വിചാരിച്ചാൽ ഒരു വ്യക്തിയാകാം രാഹുൽ, സ്ഥലമാകാം കേരളം, ഒരു വസ്തുവാകാം കമ്പ്യൂട്ടർ. എന്തിനൊടുക്കത്തിനൊടുക്കത്തെ ഒരു വികാരമാകാൻ സ്നേഹം പോലും അവന് കഴിയുമായിരുന്നു. ചുരുക്കത്തിൽ ലോകം മുഴുവൻ കീഴടക്കാൻ കെൽപ്പുള്ള പുള്ളിയായിരുന്നു കക്ഷി. പക്ഷേ പ്രായപൂർത്തിയായതോടെ നമ്മുടെ നാമത്തിനൊരു ഫീലിങ്സ്, തനിച്ചായതുപോലെ ഒരു വിഷമം. അവൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് കരച്ചിലോട് കരച്ചിൽ. അമ്മേ, ഞാൻ വ്യക്തിയും സ്ഥലവുമൊക്കെയാകും ശരിയാ, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഒന്ന് ആളാക്കാൻ, എൻ്റെ റേഞ്ച് ഒന്ന് കൂട്ടിപ്പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ആരുമില്ലല്ലോ അമ്മേ. ആളുകൾ എന്നെ വെറും ഒരു കുട്ടി എന്നോ പൂച്ച എന്നോ ഒക്കെ വിളിച്ചു പോകും. ഞാനൊരു മിടുക്കൻ കുട്ടിയാണെന്നാണെന്നോ അതൊരു ഭംഗിയുള്ള പൂച്ചയാണെന്നോ നാലാളെ അറിയിക്കാൻ എനിക്കൊരു കൂട്ടാളി വേണ്ടേ? മകന്റെ സങ്കടം കണ്ട് അമ്മയുടെ നെഞ്ച് തകർന്നു. എൻ്റെ മോൻ ഇത്രയും കഴിവുണ്ടായിട്ടും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അമ്മയും കൂടെ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ആ അത്ഭുത ശിശു ജനിച്ചു. മകന്റെ ഏകാന്തത മാറ്റാൻ അമ്മ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ അമ്മ രണ്ടാമതൊരു കുഞ്ഞിനു കൂടി ജന്മം നൽകി. അവന് പേരിടാൻ അമ്മയ്ക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ചേട്ടൻ നാമത്തെ വിശേഷിപ്പിച്ചു രാജാവിനെപ്പോലെ നടത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണല്ലോ അവൻ ജനിച്ചത്. അതുകൊണ്ട് അമ്മ അവന് സ്നേഹത്തോടെ ഒരു പേരിട്ടു, വിശേഷണം. അതിനുശേഷം സംഭവിച്ചത്, അനിയൻ ജനിച്ചതോടെ നമ്മുടെ നാമത്തിൻ്റെ ലൈഫ് അങ്ങ് മാറി മറിഞ്ഞു. നാമം എവിടെ പോയാലും അനിയൻ വിശേഷണം കൂടെയുണ്ടാകും. നാമം ആന എന്ന് പറയുമ്പോൾ അനിയൻ ഓടി വന്നൊരുവെന്ന് പറയും, വലിയ ആന. നാമം ആകാശം എന്ന് പറയുമ്പോൾ അനിയൻ പറയും, നീല ആകാശം. നാമം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അനിയൻ മാസൻട്രി കൊടുക്കും, സുന്ദരിയായ പെൺകുട്ടി. അങ്ങനെ നാമവും വിശേഷണവും കൈകോർത്തതോടെ ഭാഷാലോകത്തെ ഏറ്റവും വലിയ പവർ കപ്പിൾസ് ആയി അവർ മാറി. ഇന്നും അവർ രണ്ടുപേരും പിരിയാത്ത കൂട്ടുകാരായി നമ്മുടെ പുസ്തകങ്ങളിലും സംസാരത്തിലും സന്തോഷത്തോടെ ജീവിക്കുന്നു. തീർച്ചയായും വിശേഷണം എന്താണെന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കോമഡി കഥ താഴെ നൽകുന്നു. ചിന്നുക്കുട്ടനും അപ്പുവിന്റെ പെയിന്റ് ബ്രഷും. ഒരിടത്ത് ഒരു കാട്ടിൽ വലിയ ഒരു ആനയുണ്ടായിരുന്നു. പേര് ചിന്നുക്കുട്ടൻ. ചിന്നുക്കുട്ടന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കക്ഷി ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. എപ്പോഴും പറയും, ഞാൻ വെറുമൊരു ആനയല്ല, ഞാൻ വലിയ ആനയാണ്. എന്നെ വെറുതെ ആന എന്ന് വിളിക്കരുത്, ആ വലിയ എന്ന വിശേഷണം കൂടെ ചേർക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം കയ്യിലൊരു പെയിന്റ് ബ്രഷും പിടിച്ച് അപ്പു എന്ന ചെറിയ കുട്ടി ആ വഴി വന്നു. അപ്പുവിന്റെ കയ്യിൽ ഒരു മാന്ത്രിക പെയിന്റ് ഉണ്ടായിരുന്നു. അവൻ ബ്രഷെടുത്ത് ആകാശത്തേക്ക് ഒരൊറ്റ വര. അവിടെയുണ്ടായിരുന്ന മേഘമെല്ലാം പെട്ടെന്ന് നീല ആകാശമായി മാറി. ഇത് കണ്ട് ചിന്നുക്കുട്ടൻ ആന അത്ഭുതപ്പെട്ടു. ഹേയ് അപ്പു, നീ ആകാശത്തെ എങ്ങനെയുള്ളതാക്കി മാറ്റി? അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ അത് വെറും ആകാശമല്ല ചിന്നുക്കുട്ടാ, അത് നീല ആകാശമാണ്. എങ്ങനെയുള്ളത്? നീല. പെട്ടെന്നാണ് ആ വഴി സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടിവന്നത്. അവളുടെ പുറകെ 3 പൂച്ചകളും ഉണ്ടായിരുന്നു. ചിന്നുക്കുട്ടൻ ആന ചോദിച്ചു, അല്ല അപ്പു, ആ വരുന്നത് ആരാണ്? എത്ര പേരുണ്ട് അവളുടെ കൂടെ? അപ്പു പെട്ടെന്ന് പറഞ്ഞു, അത് സുന്ദരിയായ പെൺകുട്ടിയാണ്. എങ്ങനെയുള്ള പെൺകുട്ടി? സുന്ദരിയായ. അവളുടെ കൂടെ വരുന്നത് 3 പൂച്ചകളാണ്. എത്ര പൂച്ചകൾ? 3. പെട്ടെന്ന് കാട്ടിൽ ഒരു വലിയ കാറ്റടിച്ചു. പേടിച്ചുപോയ പൂച്ചകൾ നേരെ ഓടി ദൂരെയുള്ള ആ വീട്ടിലേക്ക് കയറി ഒളിച്ചു. അപ്പു ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ദാ പൂച്ചകൾ ആ വീട്ടിൽ കയറി. ഏത് വീട്? ആ. ഇതെല്ലാം കേട്ട് ചിന്നുക്കുട്ടൻ ആന തല കുലുക്കി ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരം തരാൻ ഉപയോഗിക്കുന്ന ഈ വലിയ, നീല, സുന്ദരിയായ, 3, ആ എന്നീ വാക്കുകളൊക്കെ എന്താണ് സംഭവം? അപ്പു ചിരിച്ചുകൊണ്ട് ചിന്നുക്കുട്ടന്റെ തുമ്പിക്കൈയിൽ തട്ടി പറഞ്ഞു, ഇവറ്റകളെയാണ് ചിന്നുക്കുട്ടാ നമ്മൾ
വിശേഷണം എന്ന് വിളിക്കുന്നത്. ഇവരെല്ലാവരും നമ്മളോട് കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ്, എത്രയെണ്ണമുണ്ട്, ഏതാണ് എന്നൊക്കെ ലളിതമായി പറഞ്ഞുതരും. അന്നുമുതൽ ചിന്നുകുട്ടൻ ആന കാട്ടിൽ കാണുന്ന എല്ലാത്തിനെയും വിശേഷിപ്പിച്ചു നടക്കാൻ തുടങ്ങി. ഇപ്പോ കക്ഷി ഹാപ്പിയാണ്. വിശേഷണം. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. വലിയ ആന, നീല ആകാശം, സുന്ദരിയായ പെൺകുട്ടി, 3 പൂച്ചകൾ, ആ വീട്. ഈ ഉദാഹരണങ്ങളിലെ കട്ടിയക്ഷരത്തിലുള്ള വാക്കുകൾ നാമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരം നൽകുന്നതിനാൽ അവയാണ് വിശേഷണങ്ങൾ. Adjectives. An adjective is a word that describes or qualifies a noun or a pronoun. Key examples. The words highlighted in bold below provide extra details about the nouns they follow. Big elephant, blue sky, beautiful girl, 3 cats, that house.